ഹലോ ഗായ്സ്, എൻ്റെ വണ്ടി പരിചയപ്പെടുത്തരാം കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. വഴീൻ്റെ ഒരു കണ്ടമാണ്. അപ്പോൾ ആ കണ്ടം കഴിഞ്ഞിട്ട് വേണം പോകാൻ. വണ്ടി വീട്ടിലേക്ക് വരില്ല, പുറത്ത് വേറെ സ്ഥലത്ത് വെക്കണം. അപ്പം അങ്ങനെ വേറൊരു വീടെടുക്കുന്ന സ്ഥലത്താണ് നമ്മളെ വണ്ടി കയറ്റി വെക്കൽ. വണ്ടിയും കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ബാറ്ററി ഊരി, അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനകത്ത് ഐഡിയ ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് നോക്കലല്ല കേട്ടോ, കാലിൻ്റെ ലെഗ്മെൻറ്റ് പറ്റുകൊണ്ട് അങ്ങനെ വണ്ടി ശ്രദ്ധിക്കലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കയറ്റിയിട്ട് അതേ കണ്ടീഷനിൽ തന്നെ കിടക്കുന്ന വണ്ടി. ഇനിയിപ്പോൾ ആദ്യം ഒന്ന് ബാറ്ററി ചാർജ് ചെയ്യാൻ വീട്ടിലിട്ടില്ല. അന്ന് വെച്ചാൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ചാർജറല്ലേ, അതിൻ്റെ ചാർജർ കൊണ്ട് തന്നെ നമുക്ക് വണ്ടീൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സംവിധാനം ആക്കാം. പിന്നെ ഇതാണ് നമ്മളെ സുട്രോ. കൈ കിട്ടിയ ലക്കിയ കേട്ടോ. വണ്ടികൾ പലതും പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഇവനാണ് നമ്മളെ ആൾ. ഇപ്പോഴത്തെ കണ്ടീഷൻ നിങ്ങൾ നോക്കിക്കോ, ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ റേഡിയേറ്ററിൻ്റെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ പശയെല്ലാം ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. വേറെ തുരുമ്പോ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല, എല്ലാ പരിപാടിയും ചെയ്തതാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, ഈ സൈഡിലോട്ട് ഇങ്ങനെ വെള്ളം വരുന്നതുകൊണ്ട് നമ്മൾ സബ്ബ് പോയി പോകുന്നു, അതിൻ്റെ ഒരു വിഷയം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കവർ ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ചെളിയാണ് കേട്ടോ, ഇതാ ഫുള്ള് ചെളിയാണ്, എടുക്കാണ്ട് വെച്ചോണ്ട്. എൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെ സൈഡിലൂടെ ചെറുങ്ങനെ വെള്ളം ലീക്ക് വരുന്നുണ്ട്. അപ്പം ഇവനും കൂടി ഒന്ന് അയച്ച് ഈ സൈഡ് ഗ്യാപ്പ് വേണ്ട കൈസ്, ഇതിലോട്ടെ വെള്ളം ചെറുങ്ങനെയായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പശയിട്ടൊന്ന് സെറ്റാക്കണം. വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സബിൻ്റെ അടുക്ക സൈഡിലൂടെ ഇതാ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ സബിൻ്റെ ബോക്സും ഇപ്പോൾ സബ് എൻ്റെ അല്ല കേട്ടോ, സുഹൃത്തിൻ്റെതാണ്. തൽക്കാലത്തേക്ക് അവർ ട്രിപ്പ് പോയ സമയത്ത് സെറ്റാക്കിയതാണ്. എൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. പെയിൻറ്റിങ് ചെയ്ത സമയത്ത് നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളുവശവും, ഹെഡ്ലൈറ്റല്ല ബോഡീൻ്റെ ഉള്ളുവശവും കാര്യങ്ങളെല്ലാം പെയിൻ്റ് അടിച്ചതിന് 2 ലൈറ്റ് ഇളക്കിയിട്ടുണ്ട്. അതിന് പശ ഇടണം. ഈ ഒരു കവറിങ് കേട്ടോ ഇതിലൂട്ടി നമുക്ക് ലീക്ക് വരുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് പശയിട്ട് ഒന്ന് സെറ്റാക്കണം. പശയിട്ടുണ്ട് കേട്ടോ. ഇത് ലാപ്ടോപ്പിൻ്റെ ചാർജറാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്താട്ടോ. സ്പാർക്ക് നോക്കിയോ നിങ്ങളെ, പറഞ്ഞ വിശ്വസിക്കില്ല. ബാറ്ററി ഫുള്ള് ലോ ആണ് കേട്ടോ, ഒറ്റപ്പടി ചാർജില്ല ബാറ്ററിയിൽ. നിങ്ങൾക്ക് നാളെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. സ്പാർക്കില്ലേ വെച്ച് കഴിഞ്ഞുണ്ട്, കത്തുന്ന വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്, ഒരു കൊല്ലത്തിൽ കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വന്നില്ല. അങ്ങനെ ലാപ്പിൻ്റെ ചാർജർ അതിൻ്റെ അകത്തുനിന്ന് കണക്ഷൻ എടുത്തിട്ട് വയറൊന്നും കട്ടാക്കിയിട്ടില്ല കേട്ടോ. എന്താ ഈ ഒരു ജോയിനിൽ എൻ്റെ ക്ലിപ്പ് വരുന്ന സ്ഥലം നമ്മൾ ലാബിലേക്ക് കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് 2 വയർ എടുത്തതാണ്. ചിലത് കട്ടാക്കിയിട്ട് നമുക്ക് എടുക്കാം, പക്ഷേങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന വെച്ചാൽ എന്തെങ്കിലും നമുക്ക് വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ ഒന്നുമില്ലാണ്ടായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആ വയറിൻ്റെ അകത്ത് തന്നെ സെറ്റാക്കിയിട്ടില്ല. വയറിലല്ല, എൻ്റെ നോബ് വരുമല്ലേ, ആ നോബിൻ്റെ അകത്ത് തന്നെ സെറ്റാക്കിയിട്ടാണുള്ളത്. ഇത് ലാപ്ടോപ്പിൻ്റെ ചാർജറാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്താട്ടോ. സ്പാർക്ക് നോക്കിയോ നിങ്ങളെ, പറഞ്ഞ വിശ്വസിക്കില്ല. ബാറ്ററി ഫുള്ള് ലോ ആണ് കേട്ടോ, ഒറ്റപ്പടി ചാർജില്ല ബാറ്ററിയിൽ. നിങ്ങൾക്ക് നാളെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. സ്പാർക്കില്ലേ വെച്ച് കഴിഞ്ഞുണ്ട്, കത്തുന്ന വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്, ഒരു കൊല്ലത്തിൽ കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വന്നില്ല. അങ്ങനെ ലാപ്പിൻ്റെ ചാർജർ അതിൻ്റെ അകത്തുനിന്ന് കണക്ഷൻ എടുത്തിട്ട് വയറൊന്നും കട്ടാക്കിയിട്ടില്ല കേട്ടോ. എന്താ ഈ ഒരു ജോയിനിൽ എൻ്റെ ക്ലിപ്പ് വരുന്ന സ്ഥലം നമ്മൾ ലാബിലേക്ക് കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് 2 വയർ എടുത്തതാണ്. ചിലത് കട്ടാക്കിയിട്ട് നമുക്ക് എടുക്കാം, പക്ഷേങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന വെച്ചാൽ എന്തെങ്കിലും നമുക്ക് വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ ഒന്നുമില്ലാണ്ടായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആ വയറിൻ്റെ തന്നെ
സെറ്റാക്കിയിട്ടില്ല. വയറിലല്ല, എൻ്റെ നോബ് വരുമല്ലേ, ആ നോബിൻ്റെ അകത്ത് തന്നെ സെറ്റാക്കിയിട്ടാണുള്ളത്. പെയിൻറ്റിങ് ചെയ്ത സമയത്ത് നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളുവശവും, ഹെഡ്ലൈറ്റല്ല ബോഡീൻ്റെ ഉള്ളുവശവും കാര്യങ്ങളെല്ലാം പെയിൻ്റ് അടിച്ചതിന് 2 ലൈറ്റ് ഇളക്കിയിട്ടുണ്ട്. പിന്നെ പശ ഇടണം. ഈ ഒരു കവറിങ് കേട്ടോ ഇതിലോട്ട് നമുക്ക് ലീക്ക് വരുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് പശയിട്ട് ഒന്ന് സെറ്റാക്കണം. പശ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെ സൈഡിലൂടെ ചെറുങ്ങനെ വെള്ളം ലീക്ക് വരുന്നുണ്ട്. അപ്പം ഇവനും കൂടി ഒന്ന് അയച്ച് ഈ സൈഡ് ഗ്യാപ്പ് വേണ്ട ഗൈസ്, ഇതിലോട്ടെ വെള്ളം ചെറുങ്ങനെയായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പശയിട്ടൊന്ന് സെറ്റാക്കണം. വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സബിൻ്റെ അടുക്ക സൈഡിലൂടെ ഇതാ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ സബിൻ്റെ ബോക്സും ഇപ്പോൾ സബ് എൻ്റെ അല്ല കേട്ടോ, സുഹൃത്തിൻ്റെതാണ്. തൽക്കാലത്തേക്ക് അവർ ട്രിപ്പ് പോയ സമയത്ത് സെറ്റാക്കിയതാണ്. എൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ.